നമസ്കാരം. യുദ്ധത്തിന്റെ പുക ഇനിയും പൂർണ്ണമായി അടങ്ങിയിട്ടില്ല. മിസൈലുകളുടെ ശബ്ദം മാഞ്ഞാലും അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യജീവിതത്തിന്റെ നിലവിളി തുടരുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വാർത്ത ഇത് പുറത്തു വരുന്നത്. സമാധാന ചർച്ചകൾക്കിടെ നിർണായക നീക്കവുമായി US. ഉപരോധം നിലനിൽക്കുന്ന ഇറാന്റെ ആസ്തികൾ ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് ചെലവഴിക്കാൻ US ഒരുങ്ങുന്നതായാണ് വിവരം. ഇറാന്റെ 2400 കോടി ഡോളറിന്റെ വിദേശ ആസ്തികൾക്കാണ് US ഉപരോധമുള്ളത്. ഉപരോധങ്ങൾ മൂലം മരവിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇറാന്റെ വിദേശ ആസ്തികൾ ഗൾഫ് മേഖലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ അമേരിക്ക ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. US-ഉമായുള്ള യുദ്ധത്തിന് പരിഹാരം കാണാൻ ഈ ആസ്തികൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ തുക ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിച്ചേക്കും. ഇത് ഇറാൻ അംഗീകരിക്കാൻ ഇടയില്ല. US സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്. ഹോർമൂസിൽ ഇറാന്റെ ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടതും പശ്ചിമേഷ്യയിലെ പലയിടങ്ങളിലും ഇറാൻ ആക്രമണം നടത്തിയതും നിക്ഷേപകരുടെ ആശങ്ക ഇതിനോടകം തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിക്കുള്ള നിർണായക സന്ദേശവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാനിലെത്തുകയും ചെയ്തു. എന്നാൽ എന്താണ് ഈ സന്ദേശമെന്ന് ഇറാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഓഹരി വിപണി, ക്രൂഡ് ഓയിൽ, സ്വർണം എന്നിവയെ ബാധിക്കാനിടയുള്ള നീക്കമാണ്. US തോൾ കണക്കുകളിൽ തട്ടി തകർന്ന വിപണി കൂടുതൽ ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ വിപണിക്ക് ഗുണകരമായേക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഉപരോധ രാഷ്ട്രീയത്തിന്റെയും ശക്തി സമവാക്യങ്ങളുടെയും പുനർവായന കൂടിയായിരിക്കും. യുദ്ധത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യാവകാശ പ്രതിസന്ധികളും പരിഹരിക്കാൻ വൻതോതിൽ ധനസഹായം ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ നിശ്ചലമായി കിടക്കുന്ന ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കണമെന്ന ആശയം ചിലർക്ക് പ്രായോഗിക പരിഹാരമായി തോന്നാം. എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് അവരുടെ ദേശീയ സമ്പത്തിന്റെ മേലുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അവകാശ ലംഘനമായിരിക്കും. ഉപരോധങ്ങൾക്കു കീഴിൽ മരവിപ്പിച്ച ആസ്തികൾ മറ്റൊരു രാജ്യത്തിന്റെയോ മേഖലയുടെയോ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തും. അതുകൊണ്ട് തന്നെ ടെഹ്റാൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു വശത്ത് അമേരിക്കയുടെ ഈ നീക്കം സമാധാന ചർച്ചകളെ ഒരു സമ്മർദ്ദ തന്ത്രമായും വിലയിരുത്തേണ്ടി വരും. ഇറാനെ കൂടുതൽ ഇളവുകളിലേക്ക് നയിക്കാനും പ്രാദേശിക സുരക്ഷാ ക്രമീകരണങ്ങളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കാനുമുള്ള രാഷ്ട്രീയ ഭീഷണി ഇതിലൂടെ നൽകാൻ അമേരിക്ക ശ്രമിച്ചേക്കാം. എന്നാൽ അത് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഇതിനകം തന്നെ അവിശ്വാസം നിറഞ്ഞിരിക്കുന്ന അമേരിക്ക ഇറാൻ ബന്ധം കൂടുതൽ വഷളാകാം. യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥയും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ കുറയുന്നുവെന്ന സൂചനകൾ ഉണ്ടായാലും വിവിധ പ്രോക്സി സംഘങ്ങളിലൂടെയും പ്രാദേശിക സംഘർഷങ്ങളിലൂടെയും സമ്മർദ്ദം തുടരുകയാണ്. അതിനാൽ സമാധാനം ഇപ്പോഴും ദൂരെയുള്ള ലക്ഷ്യമായി തന്നെയാണ് തുടരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആസ്തികൾ സംബന്ധിച്ച ചർച്ചകൾ യുദ്ധാനന്തര പുനർനിർമ്മാണത്തെക്കാൾ വലിയ രാഷ്ട്രീയ അർത്ഥങ്ങൾ വഹിക്കുന്നുണ്ട്. അത് സാമ്പത്തിക പുനർജീവനത്തിന്റെ വഴിയാകുമോ, പുതിയ നയതന്ത്ര പ്രതിസന്ധിയുടെ തുടക്കമാകുമോ എന്നത് വരും ദിവസങ്ങളിലെ തീരുമാനങ്ങളാണ് നിർണ്ണയിക്കുക. പശ്ചിമേഷ്യയുടെ മരുഭൂമി കാറ്റുകൾ വീണ്ടും ദിശ മാറുകയാണ്. ആ കാറ്റ് സമാധാനത്തിന്റെ സന്ദേശമാകുമോ, പുതിയ സംഘർഷങ്ങളുടെ മുന്നറിയിപ്പാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല.